യാത്രകൾ മനസ്സിന് സന്തോഷം തരുന്ന ഒന്നാണ്. ഇത് ഞാൻ പറയല്ല, സ്ക്രിപ്റ്റ് ചെയ്തുള്ളതാ. തിരുവല്ല വരെ പോയിട്ട് വന്നപ്പോൾ തോട്ട ഭാഗത്ത് മീര ആൻറ്റിയുടെയും പ്രശാന്തങ്ങളുടെയും കടയിൽ കയറി. ലക്സ് ആഹാ, ചൂട് ചായയും കടി. അവിടെ മീര ആൻറ്റി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർജയാണ് മീര ആൻറ്റി. അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണാൻ നല്ല സ്ഥലമുണ്ടോ എന്ന് അച്ഛനോട് ചോദിച്ചു. ഒന്നും നോക്കില്ല, വേറെ 6 മണിക്ക് വണ്ടി കിട്ടി. അതാവുമ്പോ അടുത്താണ്. ഇരവി പേരൂരിൽ മീര ആൻറ്റി ഇറങ്ങി. മീര ആൻറ്റിയുടെ വീടാണ് അവിടെ. പുല്ലർ നിന്നും 6 മണിക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഇടം കണ്ടു. നല്ല ഭംഗിയുള്ള സ്ഥലം. പാടത്തിന്റെ നടുവിലൂടെ ഒരു കനാൽ പാലം. പുതിയതാന്ന് തോന്നും. അവിടുന്ന് അധികം ദൂരമില്ല 6 മണിക്ക്. അവിടെ സത്രക്കടവിലിറങ്ങി. അടിപൊളി സ്ഥലം. ആഴം കൂടിയതും മടിയൊഴുക്കുള്ളതുമായ കടവായതിനാൽ പരിചയസമ്പന്നരാതരും കുട്ടികളും കടവിലിറങ്ങുകയോ ചെയ്യരുത്. ഓണം അടുത്ത് വരുന്നത് കൊണ്ട് വള്ളം കളിക്കാനുള്ള ചുണ്ടൻ വെള്ളങ്ങളൊക്കെ പുഴയുടെ ഓരത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം ഒരു സംഭവം തന്നെ. എന്നാ വലിപ്പവാ! ഈ സത്രക്കടവിൽ ഒരുപാട് പടികളുണ്ട്. അതിൽ മിക്കതും നീളമുള്ള കൽപ്പടവകൾ. തിന്നി തിന്നി പമ്പ ചിരിച്ചു, ചന്നം പിന്നെ മുത്തു തെറിച്ചു, പുഴയിൽ ചിതറി വെള്ള താമര. തിന്നി തിന്നി പമ്പ ചിരിച്ചു, ചന്നം പിന്നെ മുത്തു തെറിച്ചു, പുഴയിൽ ചിതറി വെള്ള താമര. ഓളം കയ്യാൽ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു. ഓളം കയ്യാൽ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു. ഇവിടെ ഒരുപാട് പേര് ഈവനിങ്ങിൽ വന്ന് ഇരിക്കാറുണ്ട്. നല്ല കൂൾ പ്ലേസ്. അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നു. ആറന്മുള ക്ഷേത്രവും കണ്ടു. ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. ഇതൊക്കെ ട്രാവൽ യാത്രകളാണേ. നല്ല നല്ല യാത്രകൾ പിറകെ ഉണ്ടാവും. എല്ലാവരുടെയും അഭിപ്രായം കമന്റ് ആയിട്ട് എഴുതണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ. ടാറ്റാ.